എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഹെഡ് ഓഫീസിൽ ഇന്ന് 12/8/2024 ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഞാൻ ഷോർട്ട് ലിസ്റ്റിലുണ്ട്. ഞാൻ എക്സാമെല്ലാം എഴുതി കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പുറത്താകുമോ? സുപ്രീം കോടതിയിൽ ഞാൻ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയാൽ PSC അംഗീകരിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. PSC പറഞ്ഞത് സുപ്രീം കോടതി ഓർഡർ ഉണ്ടെങ്കിൽ PSC അംഗീകരിക്കുമെന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഡിയോ കേൾക്കുക. അത് സാറിന് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പം ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ 2-3 ഉണ്ട് PSCയിൽ. അപ്പോൾ എനിക്ക് ഇത് വെരിഫിക്കേഷൻ സാധനമായിട്ട് പ്രശ്നമാകുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പം നിലവിൽ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ UGC അഫിലിയേഷൻ റദ്ദ് ചെയ്തിരിക്കുകയാണ്. റദ്ദാക്കിയിട്ടുണ്ട്. ഇത് വിളിക്കുന്ന ഞാനിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ. അപ്പം ഞങ്ങൾ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തുകൊണ്ട് വന്നാൽ വെരിഫിക്കേഷൻ ടൈമിൽ പ്രശ്നമാവും. ഇതിൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും പരിഗണിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്, ഞങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും ഈ ഇറക്കുന്നത്. അത് തന്നെ അങ്ങനെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോർട്ട് ഓർഡർ അല്ലേ? കോർട്ട് ഓർഡർ സുപ്രീം കോടതിയിൽ ഹർജിക്കാരാവാൻ താല്പര്യമുള്ള അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ലിങ്ക്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികൾ മാത്രം സ്വന്തമായിട്ട് ഒരു വക്കീലിനെ വെച്ച് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുകയാണ്. കേരള, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിലുള്ള അണ്ണാമല വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയിലെ ഹർജിക്കാർ. UGCക്കെതിരെയും തമിഴ്നാട് ഗവൺമെന്റിനെതിരെയും യൂണിവേഴ്സിറ്റിക്കെതിരെയുമാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. 10 പെറ്റീഷനേഴ്സാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. 10 പേർക്ക് മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടാൻ വേണ്ടിയാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയാലുള്ള ബെനിഫിറ്റുകൾ PSC അംഗീകരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ എഴുതാം, റാങ്ക് ലിസ്റ്റിൽ വന്നാലും പ്രശ്നമില്ല, ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാം, ഓൾ ഇന്ത്യ തലത്തിലെ എല്ലാ എക്സാം എഴുതാം, ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ പോകാം, ഒരു പ്രശ്നവും വരില്ല. അത് പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കുന്നവർക്ക് മാത്രമാണ് ബെനിഫിറ്റ്, അല്ലാത്തവർക്ക് ബെനിഫിറ്റ് ഇല്ല. അത് വീണ്ടും ഞാൻ പറയുകയാണ്. പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫണ്ട് തന്ന ശേഷം മാത്രമേ ഞങ്ങൾ കേസിൻ്റെ വിവരങ്ങൾ പറയുകയുള്ളൂ. അല്ലാത്ത പക്ഷേ ആരുമായിട്ട് പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നതല്ല. താല്പര്യമുള്ളവർ ഫണ്ട് തരിക. ഫണ്ട് തന്നിട്ട് ആ റെസിപ്റ്റ് അയക്കണം. അതിനുശേഷം പെറ്റീഷനേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. തുടർന്ന് ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ ചോദിക്കും. അതിനുശേഷം അഫിഡവിറ്റ് വക്കാലത്ത് അയച്ചു കൊടുക്കും. അതിനുശേഷം മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പെറ്റീഷണർ ആവുന്ന അയാളുടെ പേര് ലിസ്റ്റ് ചെയ്യും. ഇതാണ് പ്രോസസ്സിംഗ്.